യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു. എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അനുഭവിച്ചു ഈ പ്രാവശ്യം. കാരണം ഒരുപാട് സമയം നമ്മൾ ക്യൂവിൽ നിന്നു. ഇത്രയും ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. നിലയ്ക്കലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് കയറി വരുന്ന സമയത്ത് പിന്നെ അതുപോലെ നടപ്പന്തലൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞങ്ങൾ സാധാരണ ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് വരലുണ്ട്. ഇപ്രാവശ്യം ഒരു 4-5 മണിക്കൂർ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടും സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇല്ലല്ല, ഞങ്ങൾ ഇന്നലെ വരുന്നത്. കണ്ടിരുന്നു. ഭയങ്കര ദുഷ്കരമായിരുന്നു. അതെ. ഒന്നും അതിൻ്റെ സർവീസും കാര്യങ്ങളൊന്നും ഭക്തർക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പേര് ഉണ്ണികൃഷ്ണൻ, മഞ്ചേരിയാണ്. വളരെ മോശമാണ്. അതായത് ക്യൂ സിസ്റ്റം ശരിയല്ല ഇവിടുത്തെ. അതെ, ഭക്ഷണം വെള്ളം നല്ലത്. ആദ്യത്തെ 2 ദിവസത്തിനായിട്ടും കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ കൂടി ക്യൂ സിസ്റ്റം വളരെ മോശമായിട്ട് ഇവർ ഇപ്പോൾ കുറച്ച് പ്രായമുള്ളവരായാലും കുട്ടികളായാലും ഒന്നും കെയർ ചെയ്യാതെ അങ്ങനെ കാട്ടിൽ നമ്മളെ മരക്കൂട്ടത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരു ബ്ലോക്കിൽ തന്നെ നമ്മളൊരു 25-30 മിനിറ്റോളം ഇരിക്കേണ്ടി വരികയാണ്. അങ്ങനെ നമ്മളൊരു 4-5 മണിക്കൂർ ലേറ്റായി. പമ്പയിൽ നിന്ന് കയറിയത് 1 മണിക്ക്, ഇവിടെ 5 മണിക്ക്. പ്രയാസം തന്നെ. നമ്മൾ സാധാരണ നമ്മളൊരു 1 മണിക്കൂർ ഒക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി തൊഴുത് ദർശനം കഴിഞ്ഞ് ഇറങ്ങാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് ക്രൗഡാണ്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൂടെ ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. പുലർച്ചെ ഞങ്ങൾ കയറാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്ക് കുറയുമെന്ന് വെച്ചിട്ടാണ് 1 മണിക്ക് കയറിയത്. എന്നിട്ടും നല്ല റഷായിരുന്നു. ഞങ്ങൾ പിന്നെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ടി വിയിൽ കണ്ട അത്ര ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടില്ല. എന്നിരുന്നാലും പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പിന്നെ പമ്പയിൽ നിന്ന് കയറുമ്പോൾ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ നല്ല പിടിച്ച് ഇങ്ങനെ വിടുന്നതിനെ കൊണ്ട്. പക്ഷേ പോലീസുകാർ അവരെ നമ്മൾ കുറേ കാര്യങ്ങൾ സമ്മതിക്കണം. കാരണം അവരെ അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകണമെന്ന് തോന്നുന്നുണ്ട്. ക്യൂ അല്ല, ക്രൗഡ് തന്നെയാണ് പ്രശ്നം. ക്രൗഡ് ഭയങ്കര പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ജനക്കൂട്ടമാണ്. അതിനനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ മുകളിൽ നമ്മളെ ഇതിൻ്റെ അടുത്ത് പിന്നെ വെച്ചതിൻ്റെ അടുത്തുള്ള അതൊക്കെ വലിയ കുഴപ്പങ്ങളില്ല. എന്നിരുന്നാലും ഈ ക്രൗഡിനനുസരിച്ചുള്ള താങ്കൾ ഇല്ല. എന്തായാലും പോലീസിൻ്റെ ഒരു സേവനം കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ് തോന്നുന്നത്. എനിക്കിന്ന് അനുഭവപ്പെട്ടത് എന്താ വെച്ചാൽ, പരമ്പരാഗതമായി ലേലം ചെയ്ത് കൊടുക്കുന്ന പല കടകളും പല സൗകര്യങ്ങളും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തവണ കൊടുത്തിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. ഉദാഹരണത്തിന് പമ്പയിൽ ഗണപതിക്ക് തേങ്ങ എടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തവർ, ഇവിടുന്ന് കെട്ടു നിൽക്കുന്നവരൊന്നും തേങ്ങ കൊണ്ടുവരില്ല. അവിടുന്ന് സാധാരണ വിലക്ക് മേടിച്ച് നമ്മൾ അവിടെ അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഇവിടുന്ന് കെട്ടു നിറച്ച ഒരാളാണ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു അത് ഇത്തവണ ലേലം കൊടുത്തിട്ടില്ല. എന്നിട്ട് ഈ കെട്ടു നിറയ്ക്കുന്നിടത്ത് അവരതിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവച്ച തേങ്ങ ഇന്ന് 30 രൂപയ്ക്ക് ഒരു തേങ്ങ തന്നു. അത് എന്നോട് നിങ്ങൾ ആരോടും പറയരുത്, ഒന്ന് തരാമെന്ന് പറഞ്ഞിട്ട് വന്നു. തേങ്ങ കിട്ടുന്നില്ല. അവിടെ സാധാരണയായിട്ട് തേങ്ങ എടുക്കുന്നതിൻ്റെ ഇപ്പുറം തന്നെ തേങ്ങ വെച്ചിട്ട് ഉണ്ടാവും. അതല്ല, ഔദ്യോഗികമായി ലേലം ചെയ്ത് കൊടുക്കായിരുന്നു. ഇത്തവണ അത് ലേലം ചെയ്ത് കൊടുത്തിട്ടില്ല. 30 രൂപ കൊടുത്തു. അത് നെയ്ത്തേങ്ങ ആക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നതിൻ്റെ അകത്ത് പിന്നെ ഇത് തുരക്കാത്ത ഒന്നും എടുത്തിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ഇല്ലെങ്കിൽ നാളികേരമില്ല. അപ്പോൾ നമുക്കിത് വലിയ പ്രശ്നമാണ്. കാരണം അവിടുന്ന് നാളികേരം കിട്ടി, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുന്ന് കെട്ടു നിറയ്ക്കുന്ന ആൾക്ക് തിരിച്ചു പോകുമ്പോൾ അടിക്കാനുള്ള 2 തേങ്ങ കെട്ടിൽ അവർ വെച്ചിരുന്നുണ്ട് ഈ 300 രൂപയ്ക്ക്. പക്ഷേ അത് നമുക്ക് 18-ാം പടിക്ക് അടിക്കണം, ഇവിടെ അടിക്കണം. പമ്പയിൽ നിന്ന് മാല ഊരുന്നുണ്ടെങ്കിൽ അവിടെ അടിക്കണം. 3 തേങ്ങ വേണം, 2 തേങ്ങയേ ഉള്ളൂ. അത് ലേലം ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയില്ല. അയ്യപ്പനെ വിചാരിച്ചിട്ട് പോകും, അത്ര ഗണപതിനെ വിചാരിച്ചിട്ട് അങ്ങ് പോയേനെ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 2 അടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം വരുന്നവർ ഇങ്ങനെ പിന്നെ ഇതിപ്പോൾ ഇന്ന് ആദ്യത്തെ 2-3 ദിവസത്തേത് പറഞ്ഞു കേട്ടിടത്തോളം അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് ശമനമുണ്ട്. ഇതേ ബോർഡിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പെങ്കിലും ആളുകളെ തീരുമാനിച്ചിട്ട് അനൗദ്യോഗികമായി ഇതിൻ്റെ വിലയിരുത്തലൊക്കെ വേണമായിരുന്നു. അത് ബോർഡിൻ്റെ അടുത്തും സർക്കാരിൻ്റെ അടുത്തും ഒരു പാളിച്ചയാണ്. അത് ഭാവിയിൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് പറയാം. ఓకే వాటర్ వచ్చాయి. వాటర్ అది బాగానే ఉందన్న, అన్ని ప్రాబ్లం ఏం లేదు, అన్ని బాగానే ఉంది. ప్రాబ్లం లేదు. మాది రాజమండ్రి దగ్గర కాకినాడ అన్న, ఏం ప్రాబ్లం ఏం లేదు.
అన్నీ సక్రంగా దర్శనాలన్నీ బాగానే జరుగుతున్నాయి. సన్నిధానం బాగానే జరుగుతుంది. ఓ టైం 11కే 6 hours. ఓన్లీ సర్వీస్. ప్రాబ్లం ఫుల్ ఫోన్ రిటర్న్ దర్శనం బాగా అయింది స్వామి. అచ్చా దర్శనం వచ్చి అచ్చా. கூட்டம் நார்மலாக தாங்க இருக்குது. ஏன்னா புக் பண்ணவங்களை மட்டும் அலோவ் பண்ணுறாங்க. இந்த சிஸ்டம் நல்லா இருக்குது. ஒரு 2-3 நாளைக்கு முன்னாடி ஸ்பாட் புக்கிங்னு இங்கே கனிமலை கிளம்புறது வச்சாங்கல்ல, அதனால புக் பண்ணாமல் நிறைய கூட்டம் வந்துட்டாங்க. இப்போ என்ன பண்ணுறாங்க, நிலக்கல்லில் புக் பண்ணவங்களும் அனுப்புகிறாங்க. அதுவும் இதில் ப்ளஸ் பாயிண்ட் என்னன்னா, கார் டிரைவர் நம்ம ஆளாக இருந்தால் புக்கிங்காக இருந்தால் நீங்கள் காரை எடுத்துகிட்டு போங்க அப்படின்றாங்க. புக் பண்ணாதவங்களா இருந்தால் டிரைவரு நீங்கள் கீழே வந்துடுங்க, பம்பாவில் விட்டுட்டுன்னு. இந்த வசதி நல்லா இருக்குது. புக் பண்ணவங்களை அனுப்புறதால இங்கே கூட்டம் நார்மலாக இருக்குது. வேறு ஒன்றும் இல்லை, கஷ்டம்லாம் ஒன்றும் இல்லை. எல்லா இடத்துலையும் எல்லா வசதியும் கொடுக்குறாங்க. தண்ணி கொடுக்குறாங்க. வழியில் வந்து பிஸ்கெட்டு ஸ்நாக்ஸ்லாம் கொடுக்குறாங்க. இது வந்து எப்பவுமே யூஸ்ஃபுல்லாக நடக்குது. இது போர்க்கால அடிப்படையில் பண்ணாங்கன்னு சொன்னாங்க. ஆனால் இந்த சிஸ்டம் இன்றைக்கி காலையிலேருந்து நேற்று மாலையிலேருந்து நல்லா தான் இருக்குது. இதுக்கு முன்னாடி புக் பண்ணாதவங்க வர்றதால தான் கூட்டம் வந்து கூட்டமாக தெரியுது. நாங்கள் பம்பா டு சன்னிதானம் வரும்போது 4.5 மணி நேரம் ஆச்சுங்க. எல்லாம் ஓகே, ஒன்றும் பிரச்சனை இல்லை. എല്ലാ വർഷത്തോടെ இந்த വർഷം சிறப்பாக தரிசனம் பார்த்தோம். തിരക്കുണ്ടായിരുന്നു. ഞങ്ങള് വൈപ്പിന് എറണാകുളം. ഞങ്ങള് ഇന്നലെ വൈകുന്നേരം നിറച്ചിട്ട് പോന്നതാണ്. പമ്പേന്ന് സമയം ഞാൻ നോക്കിയില്ല. 7:30 ആയപ്പോൾ ദർശനം കഴിഞ്ഞു. തിരക്കുണ്ടെങ്കിലും ശാന്തമായിട്ടുള്ള. ഈ 3 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ചേച്ചി കണ്ടിരുന്നു ടിവിയിൽ ഭയങ്കര തിരക്ക്. എന്ത് തോന്നി അത് കണ്ടപ്പോ? ഇവിടെ വരണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നല്ലോ. അപ്പൊ മാലു ഇട്ടുപോയല്ലോ, ഇനി അങ്ങനെ ഊരും എന്നുള്ള ഇത് ശാന്തിക്കാരോടൊക്കെ ചോദിച്ചു നിൽക്കായിരുന്നു. പേടിച്ചു. അപ്പൊ ശാന്തി പറഞ്ഞ് ചെല്ലി പോയിട്ട് വാ, എന്തായാലും കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദർശനം നന്നായിട്ട് കിട്ടി. ഇപ്പൊ ഇല്ല. തിരക്കൊക്കെ നിയന്ത്രിച്ചു. ഒന്നും കൂടി ക്ലീൻ ആക്കണം. അതെ, ഞങ്ങൾ ഒന്നിച്ച് വന്നതാ. ഞാറക്കൽ എന്ന് പറയും, വൈപ്പിങ്ങര. ഏത് പമ്പേന്ന് ഇങ്ങോട്ട് കയറാനായിട്ടാ? ഇല്ല, 3:20 കയറി. ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. അന്നേരം രാവിലെ അല്ലേ, അപ്പൊ അത്ര ആയിട്ടില്ല. അല്ലാണ്ട് വേറെ കുറ്റമൊന്നും അല്ല. സന്തോഷായി. മൂന്നാമത്തെ പ്രാവശ്യം വരണേ. ഇല്ലില്ല, ഒട്ടും തിരക്കുണ്ടായില്ല. എല്ലാം സുഖമായിട്ട് ഓടിക്കേറിയതാണ്. അപ്പൊ ഈ തവണ ഇത് കേട്ടപ്പോ പേടിച്ചിരിക്കായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഉണ്ടായില്ല. മഴയും സുഖമായിട്ട്, കാലാവസ്ഥയും നല്ലതാണ്. ഇടുന്ന പോലീസുകാരെ ഇങ്ങനെ വലിച്ച് ഒരു പടി വരെ തൊടാൻ വിടുന്നില്ല. ഈ പടി വരെ തൊടാൻ കൈ പിടിച്ചിട്ട് വലിച്ചോല. നമ്മ ഒല്ലേമടി കണ്ണൂരിന്. ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. കണ്ടിരുന്നു. അന്നേരം ഭയങ്കര വിഷമം തോന്നി. കണ്ട് നമ്മ ഇങ്ങനെ ഇവിടെ പ്രസാദ് നോമ്പെടുത്തിട്ട് വരുമ്പോ ഇവിടെ കിട്ടാൻ തന്നെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടല്ലേ വരുന്നേ. പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇത് വലിച്ച് ഉന്തിക്കൊല്ല. അതിന്റെ മുമ്പിലെത്തുമ്പോഴത്തെ അവര് പോലീസുകാർ ഇങ്ങോട്ട് ഉന്തി. നമ്മളെ കാണാൻ പറ്റില്ല. ഇത് തിരിച്ചു തന്നിട്ട് അയാൾ പറയുന്ന കണ്ടോ അല്ല ഭഗവാൻ പറഞ്ഞിട്ട് കണ്ടോ. അപ്പൊ കാണുവാ ആൾക്കാർ മൊത്തം അവിടെ അല്ല ഇല്ല വലിച്ച് ഉന്തിയെന്ന് തല്ലിക്കളയുന്നു. ഇവർ പറയും പറ്റുവാ, അവര് കേട്ടുവാ. പക്ഷെ നമ്മ ഇന്ന പോലായില്ലേ. അടുത്ത വർഷം വരണം. ബുദ്ധിമുട്ട്. തിരക്കുണ്ടായി. വെള്ളം കിട്ടി. പേര് ഷാരിക. എല്ലാവർക്കും കേറാൻ വിട്ടില്ല. ഉന്തി താഴോട്ട് തള്ളി പോലീസുകാർ കൈപിടിച്ച് കയറ്റുവതിന്. പടിയൊന്നും തൊടാൻ കിട്ടിയില്ല. ഒറ്റപ്പടിയാ തൊട്ടിട്ട് പിന്നെ തൊടാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അയ്യപ്പനെ കണ്ടു. അയ്യപ്പനെ സുഖമായിട്ട് കണ്ടു. ആദ്യമായിട്ട് വന്നതാണ്. അയ്യപ്പനെ സുഖമായിട്ട് കണ്ടു. സന്തോഷായി. ഇവിടുത്തെ എല്ലാം നമ്മ കാണുന്നുണ്ട്. കക്കുന്നേം കൊണ്ടോന്നും എല്ലാം.
അല്ല ഇന്നലെ ഇന്നലെ വരാൻ ഡേറ്റ് കണ്ടേ പിന്നെ തിരക്ക് നമ്മ കാണുന്നു. ആ തിരിച്ചു പോകെ. ആ കണ്ടു. ഇനി ബാക്കിന്റെ ഇനി വരാല. അയ്യപ്പനെ കണ്ടോ? വരുന്ന വഴിക്ക് ബിസ്ക്കറ്റ് കിട്ടിയോ? വെള്ളം കിട്ടിയോ? എന്നാ കിട്ടി? ഹാപ്പിയാണ്. ആ